അത് നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലോ. എന്താ കാര്യം? രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത് എന്തിനാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമർശിക്കേണ്ടി വരാത്തത് എന്തിനാ? ഇത് രണ്ടും നമ്മൾ കാണണം. ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പോവുകയില്ല, എങ്കിലും ഈ ചോദ്യം വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. പൗരത്വ നിയമ ഭേദഗതി എന്നത് ഈ രാജ്യത്തെ RSSൻ്റെ അജണ്ടയാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? RSSന് മതനിരപേക്ഷത തകർക്കണം. അതിന് ഏറ്റവും പ്രധാന വഴി പൗരത്വം മതാടിസ്ഥാനത്തിലാക്കലാണ്. ആ RSS അജണ്ടയെ എതിർക്കാതിരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു. ഇപ്പോഴല്ല, 4 വർഷം മുൻപ് 2019 രണ്ടാമത്തെ ഗവൺമെൻറ് BJP വന്നപ്പോൾ ആദ്യമേ തന്നെ ഈ ഭേദഗതിയാണല്ലോ കൊണ്ടുവന്നത്. അപ്പം തന്നെ അതിനെ എതിർക്കുന്നില്ല. അത് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി എന്ന നിലക്ക് നല്ല കുളിർമ നൽകുന്നൊരു കാര്യമല്ലേ? കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇതിനെ എതിർക്കാതിരിക്കുന്നു എന്നത് ചെറിയ കുളിർമയാണോ മനസ്സിന് BJPക്ക് നൽകുക? ആ ഘട്ടത്തിൽ വലിയ പ്രക്ഷോഭം രാജ്യത്താകെ നടക്കുന്നു. ഡൽഹിയിലും മറ്റും കനത്ത പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ എവിടെയും കോൺഗ്രസിനെ കാണാനില്ല. വീണ്ടും BJPക്ക് സന്തോഷമല്ലേ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നല്ലേ ഞങ്ങൾ വിമർശിക്കുന്നത്. ആ വിമർശനം വേണ്ടേ? ഇവിടെ കേരളത്തിൽ വ്യത്യസ്തമായൊരു നില ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. അത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഈ നിയമ ഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന്. തുടർന്ന് എല്ലാവരും കൂടിയുള്ള പരിപാടികളാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി വലിയൊരു പ്രതിഷേധ സംഗമം, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്തു. തൊട്ടു പിന്നാലെ സർവകക്ഷി യോഗം, നിയമസഭയുടെ പ്രത്യേക യോഗം. അതിൽ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഏകകണ്ഠേന പാസ്സാക്കരുത്. ഇതിലെല്ലാം കോൺഗ്രസ് ഉണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ KPCC പ്രസിഡന്റ് പരസ്യമായി ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? സാധാരണ സർക്കാരാണ് അതിന് മുൻകൈ എടുത്തിരുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയെങ്കിൽ അതവർ പറയുമായിരുന്നു. ഒന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല. അന്നും പറഞ്ഞില്ല, ഈ 4 വർഷമായിട്ടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞൊരു കാരണമുണ്ട്. അതായത് രാജ്യത്ത് കേരളത്തിന് പുറത്ത് ഒരിടത്തും ഈ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഇല്ല. കേരളത്തിൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനോട് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം പറയുന്നു, നിങ്ങൾ പിൻവാങ്ങണം. അതല്ലേ ഉണ്ടായത്? അതല്ലെങ്കിൽ ഇവരാരെങ്കിലും ഇതേവരെ നിഷേധിച്ചോ? ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ഇവരാരെങ്കിലും നിഷേധിച്ചു വന്നു. ഈ പിൻവാങ്ങൽ ആരുടെ മനസ്സിനാണ് കുളിർമ നൽകുക? സംഘപരിവാർ മനസ്സിലല്ലേ? എങ്ങനെയാണ് ഇവർക്ക് ഇത്തരമൊരു നിലപാടെടുക്കാൻ പറ്റിയത്? പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യം. 4 വർഷമായിട്ട് ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നു. ആ ചട്ടം
സാർവത്രികമായ എതിർപ്പിനിടയായി. എല്ലാവരും എതിർന്നു. കോൺഗ്രസിൻ്റെ ശബ്ദം നിങ്ങളാരെങ്കിലും കേട്ടോ? എന്ത് പറ്റി കോൺഗ്രസ്സിന്? അതല്ലേ പ്രശ്നം. കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനോട് നിങ്ങളെ സുഹൃത്തുക്കൾ ചോദിച്ചല്ലോ ഒരിടത്ത് വെച്ചിട്ട്, സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രാത്രി ആലോചിച്ച് പറയാറ്. ഇതിനെപ്പറ്റി പ്രതികരണം ചോദിച്ചപ്പോഴാണ്. എന്താണ് കോൺഗ്രസിന് നിലപാടില്ലാതെ? രാഹുൽ ഗാന്ധിയെ ഞാൻ വിമർശിച്ചു എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അതും പ്രതിപക്ഷ നേതാവിന് അറിയാത്തതല്ല, നിങ്ങളും മനസ്സിലാക്കാത്തതല്ല. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ഇന്ത്യയിൽ നടത്തുന്നു. ആ യാത്രയിൽ ഒരിടത്തും ആ യാത്രയിൽ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതികരണമില്ല. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. എന്താ പ്രതികരണമില്ലാത്തത്? അതാർക്കാ സന്തോഷം പകരുക? BJPക്കല്ലേ സന്തോഷം പകരുക? നിങ്ങൾ സംഘപരിവാറിൻ്റെ നിലപാടിനെ വിമർശിച്ചില്ല എന്ന് ഞാനോ ഇടതുപക്ഷ നേതാക്കളോ LDF നേതാക്കളോ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെയാണ് BJPക്ക് സന്തോഷം പകരുക? ഈ കോൺഗ്രസിൻ്റെ നിലപാടല്ലേ BJPക്ക് സന്തോഷം പകർന്നത്? പോട്ടെ, നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കുകയാണ്. ഞങ്ങളും പ്രകടന പത്രിക പുറത്തിറക്കി. ഞങ്ങളെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യുമെന്ന് കൃത്യമായി എഴുതി. എന്താ ഇവർക്ക് എഴുതാൻ പറ്റാതിരുന്നത്? കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഒരു ഭാഗമില്ലാലോ, അങ്ങനെ ഒരു വാചകമില്ലാലോ. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഉദ്ധരിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നത്തെ പത്രസമ്മേളനം ഉണ്ടായില്ലേ? എന്ത് വാശിയോടെയാണ് പറഞ്ഞത്, വായിക്കാതെ പറയാണ്. ഈ പ്രകടന പത്രികയിൽ ഈ പറയുന്ന ഭാഗം പരാമർശിച്ചില്ല എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. പ്രകടന പത്രിക വായിക്കണ്ടേ? പ്രകടന പത്രിക വായിക്കാതെയാണ് ഈ പറഞ്ഞത്. പ്രകടന പത്രികയിൽ ഇത്രാമത്തെ പേജ്, ഇത്രാം ഖണ്ഡിക, ഇതൊന്നും വായിക്കാതെ പറയുകയാണ്. അതിലിത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അത് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്ത പത്രം മലയാള മനോരമയാണ്. ഫ്രണ്ട് പേജിൽ ബാനർ ഹെഡിങ്ങിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാർത്തയായി കൊടുക്കും. അപ്പോൾ പറഞ്ഞയാളെന്തോ അബദ്ധം ചെയ്തു എന്ന പ്രതീതിയാണ് പൊതുവിലുണ്ടാക്കിയത്. അന്ന് ഞാൻ ഒരിടത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ പത്രവും ആ പ്രകടന പത്രികയുടെ കോപ്പിയും കൊണ്ടുപോയി. ഇത് നിങ്ങളെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഈ പ്രകടന പത്രിക കാണിച്ചു. ഇതാണ് പ്രകടന പത്രിക. ഈ പറഞ്ഞ പേജ് ഇതാണ്, ആ പേജ് എടുത്തു. പിന്നെ പരാമർശിച്ച ഖണ്ഡിക, ആ ഖണ്ഡിക കാണിക്കുക മാത്രമല്ല അത് അപ്പടി വായിച്ചു. അതിലെവിടെയെങ്കിലും ഒരു വാക്കുണ്ടോ ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക് എവിടെയെങ്കിലും ഉണ്ട്? എത്ര വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ പറയാൻ പാടുള്ളൂ, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുള്ളൂ. അതിന് വലിയ പ്രചരണം കൊടുത്ത് അതിന് ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനല്ലേ നോക്കിയത്? എന്താ നിങ്ങൾ അത് പ്രകടന പത്രികയിൽ പറയാതിരുന്നു? ആ പറയാതിരുന്നത് ആരെയാണ് സൂചിപ്പിക്കുക? ആരുടെ മനസ്സിലാണ് കുളിർമ പകരുക? സംഘപരിവാർ മനസ്സിനല്ലേ? ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഏകദേശം അംഗീകരിക്കപ്പെട്ടല്ലോ. നിങ്ങളെ കൂട്ടത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രമാണല്ലോ അത് പുറത്തു കൊണ്ടുവന്നത്. അവർ ഈ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നിയോഗിച്ച സമിതിയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് കരടിൽ ഈ ഭാഗം ഉണ്ടായിരുന്നു എന്ന് വന്നല്ലോ.